നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വികസനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുമ്പോൾ നിർണായക വാർത്തയാണ് പുറത്തുവരുന്നത്. അതായത് 2021 GCC അംഗരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഒഴുകിയെത്തിയത് UAE-യിലേക്കെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻസ് അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ സൗദിയാണ് ഇക്കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. കോവിഡ് പാൻഡമിക്കിന്റെ ഫലമായി ഉണ്ടായ സാമ്പത്തിക പ്രത്യാഘാതങ്ങളിൽ നിന്ന് UAE അതിവേഗം തിരിച്ചുവന്നതാണ് രാജ്യത്തേക്കുള്ള വിദേശ മൂലധന പ്രവാഹം വർദ്ധിക്കാൻ കാരണമായതെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻസിലെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്കയുടെ ചീഫ് എക്കണോമിക് അനലിസ്റ്റ് ജബ്രിസ് ഇറാഡിയൻ അഭിപ്രായപ്പെട്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ ക്യാപിറ്റൽ ഫ്ലോസ് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ വിലയിരുത്തൽ. ഏകദേശം $46.4 ബില്യൺ 2021 UAE-യിലേക്ക് എത്തിയ വിദേശ മൂലധനമെന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ $21.8 ബില്യൺ നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണ്. രണ്ടാം സ്ഥാനത്തുള്ള സൗദി അറേബ്യയുടെ വിദേശ മൂലധന നിക്ഷേപം $19.5 ബില്യൺ ആണ്. അതോടൊപ്പം തന്നെ 2020 6 GCC അംഗരാജ്യങ്ങളിലുമായുള്ള മൊത്തം പ്രവാസി മൂലധനം $21 ബില്യൺ ആയിരുന്നുവെങ്കിൽ 2021 അത് $142 ബില്യൺ ആയി ഉയർന്നിട്ടുണ്ട്. വിദേശ മൂലധന നിക്ഷേപത്തിലുണ്ടായ വൻ വർധനയാണ് ഈ വർധനയുടെ പ്രധാന കാരണം. അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രത്യേക ഡ്രോയിംഗ് അവകാശങ്ങൾ അനുവദിച്ചതും 2021 GCC രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് UAE-യിലേക്കും സൗദിയിലേക്കും നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിക്കാൻ കാരണമായി മാറിയിട്ടുണ്ട്. UAE-യിലേക്കും സൗദി അറേബ്യയിലേക്കും എത്തുന്ന നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ മൂല്യം വരും വർഷങ്ങളിൽ വർദ്ധിക്കുമെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻസ് റിപ്പോർട്ട് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇരു രാജ്യങ്ങളിലെയും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ബിസിനസ് സൗഹൃദ അന്തരീക്ഷവുമാണ് ഇതിന് കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.